എൻ്റെ ഒരു സുഹൃത്ത് അടുത്ത കാലത്ത് മരണപ്പെട്ടു. അപ്പോൾ അദ്ദേഹം ക്യാൻസർ രോഗിയായിട്ടാണ് മരണപ്പെട്ടത്. അപ്പോൾ അദ്ദേഹത്തിന് ക്യാൻസർ വന്ന് ഏകദേശം ഒരു 4-5 വർഷം വീണ്ടും ജീവിതം ലഭിച്ച ഒരാളാണ് അയാൾ. അങ്ങനെ അയാൾ മരിക്കുമെന്ന് അയാൾക്കറിയാം. മരിച്ചാലുള്ളൊരു പ്രശ്നം വെച്ചാൽ അയാളുടെ ഭാര്യ എന്ത് ചെയ്യും, ഒറ്റപ്പെട്ടു പോകുമെന്ന് അയാൾക്കറിയും. കാരണം അവരെ ശ്രദ്ധിക്കാൻ പ്രത്യേകിച്ച് ആൾക്കാരൊന്നുമില്ല. അങ്ങനെ ഇയാൾ മരിച്ചു. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. മരണം കഴിഞ്ഞ് ഏകദേശം എനിക്ക് തോന്നുന്നത് കുറേ മാസങ്ങൾ പിന്നിട്ടു. അങ്ങനെ മാസങ്ങൾ പിന്നിട്ട് അയാൾ രോഗിയായി കിടന്നിരുന്ന അലമാര തുറന്നപ്പോൾ ഈ സ്ത്രീ ഒരു ഹാർട്ട് പേഷ്യൻ്റാണ്. അതുകൊണ്ട് അവർക്കെപ്പോഴും അടുക്കളയിൽ എന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, വല്ല മുറിവൊക്കെ ആയിക്കഴിഞ്ഞാൽ ബ്ലീഡിങ് വരും. അപ്പോൾ ആ ബ്ലീഡിങ് പ്രതിരോധിക്കാൻ എപ്പോഴും അവർക്ക് എന്തൊരു ബാൻഡേജ് വേണം. അപ്പോൾ വർഷങ്ങളോളം ഉപയോഗിക്കാനുള്ള ബാൻഡേജ് അയാൾ ഒരു പാത്രത്തിലാക്കി, ഒരു ചെറിയ കവറിലാക്കി അതിൽ വെച്ചിട്ടുണ്ട്. വീണ്ടും അവർ അലമാര പരിശോധിച്ചപ്പോൾ അതിൽ പിന്നെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ റിമോട്ടിൻ്റെ ബാറ്ററികളാണ്. അതായത് താൻ പുറത്തു പോയി സാധനം വാങ്ങിക്കൊണ്ടുവരാനില്ലാത്ത സമയത്ത് ഭാര്യയ്ക്ക് എപ്പോഴും ആവശ്യമുള്ള ബാൻഡേജും റിമോട്ടിൻ്റെ ബാറ്ററിയും അവിടെ വർഷങ്ങളോളം അവർക്ക് ഉപയോഗിക്കാനുള്ളത് അയാൾ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ആ മനസ്സ്, അതാണ് ഒരു ഭർത്താവിൻ്റെ മനസ്സ്. കരുതൽ എന്തൊക്കെ നമുക്ക് പറയാൻ പറ്റും എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ല, ഞാൻ മരിച്ചാൽ പോലും എൻ്റെ വൈഫ് കയ്യിൽ കത്തി തട്ടിയാൽ എന്ത് ചെയ്യുമെന്ന് ചിന്തിക്കുന്നൊരു മനസ്സുണ്ടല്ലോ. അത്ര സ്നേഹം തരാൻ, അത്രമാത്രം കരുതൽ തരാൻ ലോകത്തൊരാൾക്കും പറ്റില്ല. ഞാൻ തിരിച്ചൊന്നും കൂടെ പറയാം. ഞാൻ എപ്പോഴും എൻ്റെ പ്രസംഗത്തിൽ പറയുന്ന അനുഭവമാണ്, എങ്കിലും നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവാൻ അത് ഉപകരിക്കുന്നില്ലൊക്കെ ഞാൻ പറയാം. അതായത് ഒരു ആൾ മരിക്കണം. ആ മരിക്കുന്ന സമയത്ത് ഞാനുണ്ട്, ആ സ്പോട്ടിലാണ് മരിക്കണത്. നമ്മുടെ അടുത്തിരിക്കണം, എൻ്റെ ഒരു രക്തബന്ധു ആവുന്നതുകൊണ്ട് ഞാൻ അടുത്തുണ്ട്. അപ്പോൾ മരിക്കുന്ന സമയത്ത് 5 വർഷത്തോളം എന്താ വെച്ചാൽ അയാളെ പരിചരിച്ച്, വീൽ ചെയറിൽ ഇരുത്തി പരിചരിച്ച്, ഭക്ഷണം കൊടുത്ത്, മലമൂത്ര വിസർജനങ്ങൾ വൃത്തിയാക്കി കൊടുത്ത്, വീൽ ചെയറിൽ ഉന്തി, എല്ലാ നിലക്കും അയാളെ പരിചരിച്ച ഒരാളാണ്. അപ്പം അത്രമാത്രം ബുദ്ധിമുട്ട് രോഗി മരിക്കുമ്പോൾ തൽക്കാലം ഒരു ആശ്വാസമായി നല്ല ചിന്തിക്കാം. ആ കെലിമ ചൊല്ലി കണ്ണുകളൊക്കെ അടച്ചു കൊടുക്കുന്ന സമയത്ത് ആ സ്ത്രീ പറഞ്ഞത്, ഭാര്യ പറഞ്ഞത്, ചെറുപ്പക്കാരിയായ ആ ഭാര്യ പറയുന്നത്, കുറച്ച് വർഷം കൂടി നോക്കാൻ സമയം കിട്ടിയില്ലല്ലോ എന്ന്. ആ മനസ്സ് നമ്മൾ അറിയിക്കും. ഇങ്ങനത്തെ അവസ്ഥയിൽ രോഗിയായി കിടന്ന് കുറച്ച് കാലം കൂടി കൂടെ നിൽക്കാൻ അവസരം കിട്ടിയില്ലല്ലോ എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീക്ക് തൻ്റെ ഭർത്താവിനോടുള്ള മാനസികാവസ്ഥ എന്താണ്? ഇതിൽ രണ്ടിലും ഭർത്താവ് എന്ത് ചെയ്യണം, ഭാര്യ എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ ഈ പറഞ്ഞ ഉദാഹരണത്തിലുണ്ട്. ഭർത്താവ് എന്താ ചെയ്യേണ്ടത്? ഭാര്യ എന്ത് ചിന്തിക്കുന്നുവോ അത് മുഴുവനും പരിഹരിച്ചു കൊടുക്കുന്ന ഒരു രക്ഷിതാവായി കൂടെ വേണം. അങ്ങനത്തെ ഒരു ഭർത്താവ് സമ്പൂർണ്ണനാണ്, തൻ്റെ ദൗത്യം വിജയിച്ച ഒരു ഭർത്താവാണ്. എൻ്റെ ഭർത്താവിന് എന്തെല്ലാം പരിചരണങ്ങളും അനുസരണങ്ങളും ആവശ്യമുണ്ടോ അത് മടുപ്പില്ലാതെ, എത്ര ചെയ്താലും മടുപ്പില്ലാതെ, എന്തു തന്നെ ചെയ്യേണ്ടി വന്നാലും ഞാൻ കൂടെ ഉണ്ടാകും എന്നതാണ് ഒരു ഭാര്യയുടെ മനസ്സ്. ഇത് 2 പേർക്കും ഉണ്ടെങ്കിൽ ദാമ്പത്യത്തിൽ പരിഹരിക്കേണ്ടതായ യാതൊരു പ്രശ്നം ഉണ്ടാവില്ല.